ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവുകയാണ്. കാരണം ഇന്നലെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടിയെങ്കിലും ഞങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് റിപ്പോർട്ട്സ് എല്ലാം ഡോക്ടറെ ഒന്ന് കാണിച്ച് ഡോക്ടറെ മീറ്റ് ചെയ്ത് വേണം നമുക്ക് മരുന്ന് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് വാങ്ങിച്ചൊക്കെ പോരാൻ. പിന്നെ പോരുന്ന വഴിക്ക് എടപ്പള്ളി പള്ളിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്കവിടെ എല്ലാ വർഷവും നേർച്ചയുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ പോണത്. അപ്പോൾ അവിടെ പോയി നേർച്ചയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വരാൻ. അപ്പോൾ 2 കാര്യങ്ങളും കൂടെ ഒറ്റ ട്രിപ്പിൽ തീർത്തിട്ട് വരാമെന്ന് വിചാരിച്ചത് ഇറങ്ങാണ്. ലേറ്റായി. 9 മണിക്ക് ഡോക്ടറുടെ അടുത്ത് അപ്പോയിൻമെൻ്റ് ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ച് ഇറങ്ങി ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ബൈ ബൈ. ഇന്നത്തെ യാത്രയിലപ്പോൾ സണ്ണിയും വിടും ഒന്നും വരുന്നില്ല കേട്ടോ. അവർക്ക് കൊച്ചുങ്ങളെയൊക്കെ സ്കൂളിൽ ടൈമിന് വിടുകയും കൊണ്ടുവരികയൊക്കെ ചെയ്യേണ്ടവരുണ്ട്. അവർ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ പൊക്കോളാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ 4 പേര് മാത്രമായിട്ടാണ് പോകുന്ന വഴിക്ക് ഇപ്പോൾ തോടും പുഴയും പിന്നെ ഗ്രീനറി ഒക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊച്ചി എയർപോർട്ടിൻ്റെ അടുത്ത് എത്താറായി. ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നതും കൂടെ ആ സമയത്ത് കാണാൻ പറ്റി കേട്ടോ. ഇന്നും നമുക്ക് ഒരുവിധം നല്ല ട്രാഫിക് കേട്ടോ വഴിയിലൊക്കെ. 2 പ്രാവശ്യമായി ഇപ്പം പല സ്ഥലത്തും ബ്ലോക്ക് കാര്യങ്ങൾ. ഇപ്പോഴും വണ്ടി നിർത്തിയിട്ടൊക്കെ ഞങ്ങൾ ബ്ലോക്കൊന്ന് മാറാനായിട്ട് സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എയർപോർട്ടിൻ്റെ അടുത്താണ്, ജസ്റ്റ് എയർപോർട്ട് റോഡ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം. ഇന്നും നമ്മൾ ഇന്നലത്തെ പോലെ തന്നെ അന്നമനട, പാലിശ്ശേരി, പോത്തിശ്ശേരിയൊക്കെ ക്രോസ് ചെയ്ത് ഇതാ ഇപ്പോൾ റെയിൽവേ ക്രോസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അടുത്താണല്ലോ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട്. അപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും കാണാൻ പറ്റും മിക്കവാറും. പിന്നെ ട്രെയിനും ഉണ്ടാവും. ഇന്നലെ 2 ട്രെയിൻ കാണാൻ പറ്റി. ഇന്നും ട്രെയിനായിട്ട് വെയിറ്റിംഗ് ആണ് നമ്മൾ. ട്രെയിൻ വരുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഫ്ലൈറ്റും ലാൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ആൽവിൻ ആപ്പിൽ നോക്കി കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട് ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന്. നമ്മൾ അപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ എത്തി. പോണു ട്രെയിൻ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ക്രോസിംഗ് ഞാൻ ട്രെയിൻ ലെഫ്റ്റ് ടു റൈറ്റ് ഇങ്ങനെയാ പോവാന്ന്. ഇന്നലെ ഇങ്ങനെ പോയേ, പക്ഷെ വേറെ ട്രെയിൻ ആയിരുന്നു. ഇന്നലെ പറഞ്ഞ അങ്ങോട്ട് പോയി, അടുത്ത ഇങ്ങോട്ടും വന്നു. ഫ്ലൈറ്റ് വരേണ്ട സമയമാകുമ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് മൂവ് ചെയ്യേണ്ടി വരുന്നു. ഫ്ലൈറ്റ് എന്തായാലും കടന്നുപോയി. നമുക്ക് കാണാൻ പറ്റില്ല. ഫ്രണ്ടിൽ കൂടെ കുറെ പോയി. അപ്പൊ അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. എന്തായാലും ലാൻഡ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗേറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി പോകാം. നമ്മളങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോകണം. അപ്പം ഇന്നലെ മനസ്സിലായി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ചെറിയ ഓട്ടോ ടൈപ്പ് വണ്ടി ഉണ്ട്. അതിനകത്ത് അവർ ഹോസ്പിറ്റലിൻ്റെ പടിക്ക് കൊണ്ടുവന്നാണ്. അപ്പോൾ പിന്നെ നമുക്ക് നടന്നു പോകണ്ട അത്രയും ദൂരം. നമ്മളിത് പാർക്കിംഗ് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് വണ്ടികളാണോ ഇവിടെ പാർക്ക് ചെയ്തേക്കണേ, ഇഷ്ടം പോലെ വണ്ടികളാണ് രാവിലത്തെ ടൈമിൽ പോയി. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവരുടെ വണ്ടിയിൽ കയറി ഹോസ്പിറ്റലിന്റെ പടിക്കലേക്ക് പോകണം കേട്ടോ. ഇന്ന് അഞ്ചു ഇട്ടിരിക്കുന്ന ടീഷർട്ട് ആൽവിന് വന്നപ്പോൾ ആൽവിന് കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നതാണ് അഞ്ജുന് അത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് ഇന്നെടുത്ത് ഇടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇട്ടേക്കുന്നതാണ്. ഇനി അവർക്ക് എന്തായാലും കുറച്ച് സമയം ബോറിംഗ് ആയിരിക്കും, കാരണം ഞങ്ങൾക്ക് ഡോക്ടറൊക്കെ പോയി കാണണമല്ലോ. അപ്പോൾ അതുവരെ അവരവിടെ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ അവർ വെയിറ്റ് ചെയ്ത സമയം കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയി ഡോക്ടറെ കണ്ടു. അപ്പോൾ 9 മണിക്കായിരുന്നു നമ്മുടെ അപ്പോയിന്റ്മെന്റ്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ ഡോക്ടറെ കാണാൻ പറ്റിയിട്ടോ. അപ്പോൾ അങ്ങനെ ചേട്ടന്റെ റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു. അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, മരുന്നൊന്നും കഴിക്കേണ്ട. തൊണ്ടയിലുണ്ടായിരുന്ന മുഴയ്ക്ക് ഗ്രോത്ത് ഒന്നും ഇപ്പം ഇല്ല. അതുകൊണ്ട് തന്നെ ബയോപ്സി കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ദൈവം അനുഗ്രഹിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പോരാൻ പറ്റി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ചേട്ടന് പ്രശ്നം, എന്താ പ്രോബ്ലം എന്നൊക്കെ. ചേട്ടന് തൊണ്ടയിലൊരു മുഴയുണ്ട്. അപ്പോൾ അത് എല്ലാ വർഷവും ഞങ്ങൾക്കൂടെ ചെക്കപ്പിന് വേണ്ടി
വേണ്ടി വരണം. അപ്പൊ അങ്ങനെ ഞങ്ങൾ വന്നതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ പോകുന്നത് തന്നെ 7:30 കഴിഞ്ഞപ്പോഴേക്കും തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ ക്യാൻറ്റീനിൽ കയറി ചപ്പാത്തിയും കറിയും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് ഇനിതാ വീണ്ടും നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകണം. അപ്പൊ ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഹോസ്പിറ്റലിന്റെ വണ്ടി തന്നെ അവർ നമ്മളെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുവന്നാക്കും. അപ്പൊ അതിനായിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പോഴേക്കും ഇതാ നമുക്ക് വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വണ്ടി കയറി നമ്മളിതാ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തന്നെ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. ഒരുവിധം നല്ല മഴ കിട്ടി ഞങ്ങൾക്ക്. അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ നമ്മുടെ വണ്ടി കയറി. അങ്ങനെ ഇനി അവിടെ നിന്ന് നേരെ നമ്മുടെ എടപ്പള്ളി പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. എടപ്പള്ളി പള്ളിയിലേക്ക് പോകുന്ന വഴിയിലൊക്കെ നമുക്ക് ഒരുവിധം നല്ല ഹെവി റെയിൻ കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് എത്തിക്കഴിഞ്ഞപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു. ഗൂഗിൾ ചേച്ചി പറയുന്ന ആ വഴിക്കൂടെ തന്നെ നമ്മൾ പോവാണ്. കാരണം അത്രയ്ക്ക് നമുക്ക് അങ്ങനെ കൂടെ വന്നുള്ള പരിചയമൊന്നുമില്ലല്ലോ. നമ്മൾ വർഷത്തിലൊരിക്കൽ മാത്രമല്ലോ അങ്ങോട്ടേക്കൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ എടപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിലെത്തി. ഇവിടെ നമുക്ക് പള്ളി കാണാം. എന്തായാലും ഇപ്പം നല്ല കാലാവസ്ഥയാണ്. അങ്ങനെ നമ്മളിതേ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. എത്രയും വേഗത്തിൽ നമുക്ക് പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടി പാർക്ക് ചെയ്യാനിവിടെ സ്ഥലം കണ്ടു ചേട്ടൻ. ഇവിടെ സ്ഥലം അപ്പുറത്തുണ്ട്. അപ്പുറത്തേ അവിടെ വണ്ടി എടുക്കണം. അല്ല ആ വണ്ടി എടുത്ത് പോകണുണ്ടോ? അപ്പോൾ ഞങ്ങൾ ആദ്യം നമ്മുടെ പഴയ പള്ളിയിലേക്ക് പോവാണ്. പഴയ പള്ളി അവിടെ സൈഡിൽ. അപ്പോൾ ആദ്യം പഴയ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് പുതിയ പള്ളിയിലേക്ക് പോകാമെന്ന് വെച്ചു. ഞങ്ങൾ പണ്ടൊക്കെ വരുമ്പോൾ അവിടെ പഴയ പള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് ഇവിടെ പുതിയ പള്ളിയായത്. സിമിത്തേരി ഇവിടെ തൊട്ട് താഴെ. നല്ല മഴയ്ക്ക് കാറുണ്ട്. മഴ വരുന്നതിന് മുമ്പ് നമുക്ക് വേഗം പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ പള്ളിക്കകത്തുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ പുറത്തിറങ്ങി കഴിയുമ്പോൾ അവിടെ ഇതാ കിണറുണ്ട്. അപ്പോൾ കിണറിൽ നിന്ന് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ കുടിക്കാമെന്നും പറഞ്ഞ് അതും ഒരു നിറച്ച് പോലെ കണ്ട് നമുക്ക് വെള്ളം കുടിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങളെല്ലാവരും വെള്ളമൊക്കെ കുറേശ്ശെ കോരി കുടിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ വലിയ പള്ളിയിലേക്ക് പോകണം. പുതിയ പള്ളി പണിതിരിക്കുന്ന അവിടേക്ക് പോകണം കേട്ടോ. അപ്പോൾ അവിടെയും പോയി പ്രാർത്ഥിച്ചിട്ട് പോരാന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കണ ഞങ്ങള്. നല്ല അടിപൊളി പള്ളിയാട്ടോ, പുതിയ പള്ളി പണിതിരിക്കുന്നത്. പിന്നെ മഴക്കാറും ഒക്കെ കൂടെ കാണാൻ നല്ലൊരു പ്രകൃതി ഭംഗി ഉണ്ടായിരുന്നു ആ സമയത്ത്. നല്ല മഴക്കാറും ആ മഴ പെയ്ത് തീർന്ന സമയമായതുകൊണ്ട് തന്നെ നല്ല ആകാശമൊക്കെ കാണാൻ നല്ല ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതേ പള്ളിക്കകത്ത് പോയി പ്രാർത്ഥിക്കാനായിട്ട് പോകണം. നമുക്കിവിടെ നിന്ന മെട്രോ ട്രെയിൻ വരുന്നതും പോകുന്നതും ഒക്കെ കാണാം കേട്ടോ. അപ്പൊ അങ്ങനെ പള്ളിയിൽ പോയി ഞങ്ങൾ പ്രാർത്ഥിച്ച് പുറത്തു കടന്നു. അപ്പൊ ഞങ്ങളിതേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ആയിട്ട് ആൽവിനും കൂടെ ഉള്ള ഒരു ടൈമാണല്ലോ. അപ്പൊ അങ്ങനെ ഇത്തിരി ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി അവിടെ നമ്മൾ തിരിക്കണം. അപ്പൊ അങ്ങനെ ഞങ്ങള് പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി. 2 പള്ളിയിലും പോയി. പിന്നെ താഴെ നമുക്ക് കിണറുണ്ട്. ആ കിണറ്റിൽ നിന്ന് വെള്ളമൊക്കെ കോരി കുടിച്ച് അങ്ങനെ നമ്മുടെ നേർച്ചയൊക്കെ തീർത്ത് അങ്ങനെ ഇനി ഞങ്ങൾ ബുക്ക് സ്റ്റോളിലേക്ക് ഒന്ന് പോകണം. അവിടെ വല്ല ബുക്കുകളോ കൊന്തയോ കാശ് രൂപയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ അങ്ങനെയൊക്കെ പോയി വാങ്ങിക്കാമല്ലോ. ഇതിലെ വല്ല മെട്രോ ട്രെയിൻ വരുന്നുണ്ടോ എന്ന് നോക്കണം ഞങ്ങള്. നല്ല അടിപൊളി സീനറി കേട്ടോ. ഇവിടുന്ന് ഇതാ വരുന്നു മെട്രോ. പള്ളിയുടെ തൊട്ട് താഴെയായിട്ടോ ബുക്ക് സ്റ്റോള്. അപ്പൊ ഞങ്ങളിതേ ബുക്ക് സ്റ്റോളിലെത്തി. അപ്പൊ അവിടുന്ന് ഇത്തിരി ബുക്സോ അല്ലെങ്കിൽ അങ്ങനെ കൊന്ത കാര്യങ്ങളൊക്കെ നോക്കാന്ന് വിചാരിച്ച് അങ്ങനെ വന്നിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ 2 ബുക്ക് വാങ്ങിയിട്ടുണ്ട്. പിന്നെ 1-2 കൊന്തയൊക്കെ സെലക്ട് ചെയ്തു. അതേ 2 ബുക്ക് എടുത്തിട്ടുണ്ട്. വിജയം നൽകുന്ന കർത്താവ് എന്നും പറഞ്ഞു. പിന്നെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജീവചരിത്രം എന്നും പറഞ്ഞു. അങ്ങനെ 2 ബുക്കുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്കത് കണ്ടപ്പോൾ വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നി. അപ്പൊ അങ്ങനെ അത് 2ഉം എടുത്തു. പിന്നെ 5 ആയാലും 5ന് വേണ്ട കുറച്ച് കാശ് രൂപവും കൊന്ത അല്ലെങ്കിൽ മോതിരം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ 5 സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒക്കെ വാങ്ങിക്കേണ്ടതൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങണം. അപ്പൊ അങ്ങനെ ഞങ്ങള് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ. അപ്പൊ എന്തായാലും ഇത്രയും നേരം മഴയൊന്നും പെയ്യാതെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങനെ കാലാവസ്ഥയൊക്കെ നിന്നു. അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ലുലു മോളിന്റെ ഫ്രണ്ടിൽ കൂടെ കേട്ടോ. ലുലു ഹൈപ്പർ മാർക്കറ്റ് ഒക്കെ നമുക്ക് കാണാം റോഡിൽ കൂടെ പോകുന്ന സമയത്ത് സൈഡില്. അപ്പൊ ഇനി ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്ന് നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ നമ്മൾ വാങ്ങി കഴിച്ചതാ. പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും വിശപ്പൊക്കെ ആയി. അപ്പൊ അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴിക്ക് ഇമാരത്ത് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ കയറി ഫുഡ്
കഴിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒക്കെ ഓർഡർ കൊടുത്ത് ഡിഫറെന്റ് ഐറ്റംസ് എല്ലാവരും ഓർഡർ കൊടുത്ത് അതിങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കണം. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതേ ഇനി അവിടെ നിന്ന് എണീക്കുകയാണ്. ഇനി നമുക്ക് നേരെ വീട്ടിൽ ചെന്നിട്ട് വേണം, കുറെ ജോലികളൊക്കെ ഉണ്ട്. ഇന്നലെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്ക വറുക്കാൻ പറ്റിയ നല്ല ചക്ക എന്നും പറഞ്ഞ് അനിയത്തിയുടെ അമ്മ തന്നതാട്ടോ. അപ്പോൾ അത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് അവർ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തും എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു അനിയത്തിയുടെ അമ്മ. അത് ഞങ്ങൾ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ആ വീട്ടിലെത്തി. ഇനി നമുക്ക് രാത്രിയിലാണ് ഞാൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചേക്കണേ. ഇപ്പം രാത്രി ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാം കേട്ടോ. ഇന്നിതാ ചക്ക വറുക്കാനായിട്ട് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് അനിയത്തിയുടെ വീട്ടിൽ നിന്ന്. അവിടെ നിന്ന് തന്നെ അവർ ചക്കയൊക്കെ വെട്ടി ചുള മാത്രമായിട്ട് പറിച്ചൊക്കെ തന്നായിരുന്നു. അപ്പം നമ്മുടെ ജോലി എളുപ്പമായി. അപ്പോൾ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളത് അരിഞ്ഞ് ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വറുക്കാൻ പറ്റിയ ചക്കയെന്ന് പറഞ്ഞ് അവരുടെ അമ്മ ക്ലീൻ ചെയ്തൊക്കെ തന്നതാട്ടോ. ഇത് വറുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് UP-യിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയാൽ കൊണ്ടുപോകാം. അതോർത്തിട്ടാണ് നമ്മൾ ചക്ക വറുക്കണം. ഇപ്പം നമ്മൾ വാങ്ങുന്നതിനേക്കാളൊക്കെ ഒത്തിരി നല്ലതല്ലേ, കടയിൽ നിന്ന് പാക്കറ്റൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ വറുത്ത് അത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ വറുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതേ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഇവിടെ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ക്രീശിയായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരുവിധം നല്ല ചൂടായിട്ടുണ്ട്, തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ചക്ക ഇട്ട് വറുക്കാൻ പോവാം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിടാം. രണ്ടെണ്ണൊന്ന് ഇട്ട് നോക്കാം. ഓയിൽ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. 2-3 ബാച്ചായിട്ട് വേണം നമുക്ക് വറുത്തെടുക്കാനായിട്ട്. നല്ല കുഴിയുള്ള ഒരു ചീനിച്ചട്ടി കേട്ടത്. അപ്പോൾ കുഴിയുള്ള ഒരു പാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയ്ക്കും ഒറ്റ ട്രിപ്പിൽ ഇടാൻ പറ്റി. ഞാനിത് വറുത്ത് പോരുന്നത് രാത്രിയിലാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ഞാൻ കേട്ടിരിക്കുന്നത് 12:30-ക്കും 3:30-ക്കൊക്കെ, ഉച്ചയ്ക്ക് 12:30-ക്കും 3:30-ക്കൊക്കെ അങ്ങനത്തെ സമയത്ത് നമ്മൾ വറുത്ത് കോരണമെങ്കിൽ ഇതധികം ചക്ക അങ്ങനെ അധികം വെളിച്ചെണ്ണ കുടിക്കില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കങ്ങനെ ഉച്ചയ്ക്കുള്ള ഒരു ടൈമിൽ സമയം കിട്ടിയില്ല വറുത്ത് കോരാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാത്രിയിലാണ് ഇങ്ങനത്തെ ജോലികളൊക്കെ ഇപ്പോൾ ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനത്തെ സമയത്തൊക്കെ ടൈമുള്ളൂ. പകലൊക്കെ നമ്മൾ ബിസിയാണ്. ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ കറങ്ങാൻ പോകാനും നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ കാണാൻ പോകാനും ഒക്കെ ആയിട്ടും അങ്ങനെ ഓരോ തിക്കുംതിരക്കൊക്കെ ആയിട്ട് ഉച്ചയ്ക്കൊന്നും എനിക്ക് ടൈം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വറുക്കുമ്പോൾ ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ 12:30-ക്കും 3:30-ക്കൊക്കെയുള്ള സമയത്തൊക്കെ വറുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ വെളിച്ചെണ്ണ ഭയങ്കര കുറവ് കുടിക്കുള്ളൂ എന്നാണ് നമുക്ക് ഇവരൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ ഞാൻ വറുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അത്രയ്ക്ക് ആയിട്ടുണ്ട്. നമുക്ക് കോരി എടുക്കേണ്ട സമയമായിട്ടില്ല. പിന്നെ ഇവിടെ ഞാൻ ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് സാധാ വെള്ളം ഒഴിച്ച് ഇങ്ങനെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കോരുന്നതിന് കുറച്ച് മുൻപായിട്ട് ഈ ചക്ക വറുക്കുന്നതിലേക്ക് ഒന്ന് തളിച്ച് കൊടുക്കണം. അപ്പോൾ സ്പൂൺ കൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ 1-2 സ്പൂൺ കോരി ഒഴിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചക്ക വറുത്തതിന് ചെറിയൊരു ലൈറ്റ് യെല്ലോ കളറും കിട്ടും, അതുപോലെ തന്നെ ഉപ്പും ഉണ്ടാകും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട്. ഞാനും ഫസ്റ്റ് ടൈമാണ് വറുക്കുന്നത്. ഞാൻ ഇന്ന് വരെ ഇങ്ങനെ വീട്ടിൽ ഞാൻ സ്വന്തമായിട്ട് വറുത്തിട്ടില്ല. അമ്മയൊക്കെ വറുത്ത് തന്നിട്ടുണ്ട് പണ്ടൊക്കെ, പക്ഷേ ഞാൻ സ്വന്തമായിട്ട് വറുക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ചക്ക വറുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം പത പോലെയൊക്കെ ഇങ്ങനെ മുകളിൽ ഓയിലൊക്കെ നിറഞ്ഞു വന്നത് അതൊക്കെ ഇങ്ങനെ മാറി ഈ രീതിയിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സ്വരത്തിൽ നിന്ന് മനസ്സിലാവും ചക്ക ഇങ്ങനെ ഫ്രൈ ആയിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ നല്ലപോലെ ഇങ്ങനെ പൊന്തി ഇങ്ങനെ മുകളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിങ്ങനെ പയ്യെ കോരി മാറ്റാം. ഇത്തിരി കൂടി ഒന്ന് വേണമെങ്കിൽ ബ്രൗൺ ആക്കണമെങ്കിൽ അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു സ്വരത്തിൽ നിന്ന് കണ്ടാൽ ഇങ്ങനത്തെ ഒരു സ്വരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാതെ ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇത് കോരി ന്യൂസ് പേപ്പറിലേക്ക് ഇടുന്നുണ്ടോ. നിങ്ങളുടെ കയ്യിൽ വലിയ ഹോൾസ് ഉള്ള അങ്ങനത്തെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് കോരിക്കോ. എൻ്റെ ഇവിടെ അങ്ങനത്തെ ഇല്ല, ഉള്ളത് വെച്ച് ഞാൻ എടുക്കുന്നത് കണ്ടോ ഇങ്ങനത്തെ. അത് നമ്മൾ കോരുന്ന സമയത്ത് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചിടാം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് പറഞ്ഞു തന്ന മെത്തേഡൊക്കെ വെച്ചിട്ടോ ഞാൻ ചെയ്യണത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്. അമ്മയൊക്കെ പണ്ട് ചെയ്തു തരാറുള്ളപ്പോൾ അത്രയ്ക്കും ഇതിന്റെ വർക്കിനെ പറ്റിയൊന്നും എനിക്ക് അറിയാറില്ല. കൊണ്ടുപോയി കഴിക്കാറുണ്ടെന്ന് മാത്രം. എന്തോരം അതിന്റെ പുറകിൽ ജോലി ഉണ്ടെന്നുള്ളതൊക്കെ ഇപ്പൊ മനസ്സിലായി. അപ്പോൾ അതേ നമ്മളങ്ങനെ ഫസ്റ്റ് ബാച്ച് ഞാൻ ഇവിടെ കോരി ഇങ്ങനെ പേപ്പറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള എക്സ്ട്രാ ഓയിലൊക്കെ ന്യൂസ് പേപ്പർ ഇങ്ങനെ വലിച്ചെടുത്തോളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് നല്ല ബോട്ടിലുകളിലാക്കി നമുക്ക് തണുത്തതിന് ശേഷം, തണുക്ക മീൻസ് ഒരുപാട് തണുക്കണ്ട, എന്നാലും അതിന്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് ബോട്ടിലാക്കി അടച്ചെടുത്ത് വെക്കാം. ഇവിടെ ഞാൻ രണ്ടാമത്തെ ബാച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇതെല്ലാം എനിക്ക് ഇനി വറുത്ത് കോരി എടുക്കണം. ഇന്നത്തെ എന്റെ രാത്രി ജോലി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഞാൻ പേപ്പറിൽ നിന്ന് ഇവിടുന്ന് മാറ്റി വേറെ പേപ്പറിലേക്ക് ഇട്ടിരിക്കണം. ഇവിടെ നിന്നിട്ട് വീണ്ടും വേറെ പുതിയ ന്യൂസ് പേപ്പർ ഇട്ടിട്ടുണ്ട്.
പിന്നെ ഇവിടെ നമ്മുടെ അടുപ്പത്ത് ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടനും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചക്ക വറുക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിവിടെ നല്ലപോലെ തണുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ബോട്ടിൽ റെഡി ആക്കിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പീനട്ട് ചിക്കിയുടെ ഒരു ബോട്ടിലാണ്. ഇത് ആൽവിൻ എഴുതിയേക്കണുണ്ടോ, ഓൾവിൻ പീനട്ട് ചിക്കി ക്യാൻഡി. ഈ ഒരു ബോട്ടിലേക്ക് കേട്ടോ ഞാൻ ഇട്ട് വെക്കുന്നത്. ഇപ്പൊ നല്ലപോലെ തന്നെ തണുത്തു. അപ്പൊ ഇത് ഇടുമ്പോ തന്നെ ഒച്ച കേട്ടില്ലേ നിങ്ങൾ, നല്ല കറുമുറ സൗണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നേക്കാളൊക്കെ 100 ഭേദമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്. അങ്ങനെ ഒരുപാട് വർക്കൊന്നും ഇല്ല കേട്ടോ. ഇത് കട്ട് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ചക്ക ക്ലീൻ ചെയ്തെടുക്കുന്ന വർക്കാണ്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ക്ലീനിങ് വർക്കെല്ലാം സിജിയുടെ അമ്മച്ചി ചെയ്തു തന്നു. അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ആ വർക്ക് എന്തായാലും കുറഞ്ഞു കിട്ടി. ഞങ്ങൾക്ക് കട്ടിങ് വർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എളുപ്പമായി. അപ്പോൾ ഇപ്പം ഇത്രയ്ക്ക് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ബാക്കിയും കൂടെ ഇനി എനിക്ക് എല്ലാം വറുത്ത് കോരി എടുക്കണം. ഇത് ഞാൻ നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്ക് എടുക്കുന്ന വീഡിയോ കേട്ടോ. ഇന്ന് ഉച്ചക്കലത്തേക്കുള്ള ലഞ്ച് റെഡിയായി. ഞാൻ പിന്നെ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇത് നമ്മുടെ നല്ല അടിപൊളി നമ്മുടെ എന്താ പറയുക നേന്ത്രക്കായ കൊണ്ടുള്ള ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ മുട്ടക്കറി തക്കാളിയൊക്കെ ഇട്ടുള്ള തേങ്ങപ്പാൽ പിഴിഞ്ഞൊഴിച്ച് മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താഴെ നിന്ന് സദ്യയും വീടും അവർ വരുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാൻ പോകാം. അല്ലിനും ഞങ്ങളെല്ലാവരും ഉണ്ട്, പിന്നെ അവരുണ്ട്. അമ്മയ്ക്കുള്ള ഫുഡ് കൊണ്ടുപോയി. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കുള്ള പപ്പടം റെഡി. പിന്നെ അതാ ചോറ് പ്ലേറ്റ്സൊക്കെ വാഷ് ചെയ്ത് കിടക്കാം. ചോറൊക്കെ ഇവിടെ റെഡി. അപ്പം അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാം. കുളിയൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് കടന്നതാണ്. അപ്പോൾ വേർത്ത് മുങ്ങി വീണ്ടും അടുത്ത കുളിയുടെ സമയമായിട്ടുണ്ട്. മുങ്ങി കുളിച്ചു. മഴ പെയ്യുന്നില്ല കാര്യമായിട്ടൊന്നും. അപ്പം അതുകൊണ്ട് തന്നെ മുകളിലത്തെ ഫ്ലോറിൽ ആവശ്യം ചൂടുണ്ട്. കിച്ചണിൽ നമ്മൾ റൂമിലൊക്കെ പോയിരിക്കുമ്പോൾ അത്രയ്ക്കും കുഴപ്പമില്ല ഫാനിട്ട്. ഇവിടെ ഇപ്പോൾ ഫാനിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫാൻ ഓഫാക്കിയിരുന്നു. അപ്പോൾ ഇനി ഇതൊക്കെ ഞങ്ങൾക്ക് ചെറിയ ഇങ്ങനത്തെ പാത്രങ്ങളിലേക്ക് പകർത്തിയിട്ട് വേണം ടേബിളിൽ നിന്ന് സെർവ് ചെയ്യാനായിട്ട്. ഞാൻ ഇതൊക്കെ ഒന്ന് പകർത്തിയിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കട്ടെ.